പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി യാവനിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമ്മൾ അറിയണം. വിശ്വസിക്കുന്ന യേശുവിനെ, യേശു കർത്താവാണെന്ന് വിശ്വസിച്ചാൽ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയാൻ കഴിയും. നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. ഹൃദയഭാരമുള്ള മനുഷ്യർ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് സകല ഭാരങ്ങളും മാറി സന്തോഷിച്ചു പോകുന്നത് പലപ്പോഴും കാണാറുണ്ട്. ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൗൺസിലിങ്ങിലൂടെ, പ്രാർത്ഥനയിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്ന് അവർ കർത്താവിന് വേണ്ടി കടന്നു പോകുന്ന അനുഭവം കാണാനിട വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ആവരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. പൗലോസ് അറിഞ്ഞു ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന്. തടവറയിൽ കടന്ന പൗലോസ് ശീലാസിനോട് ചേർന്ന് ആരാധിച്ചപ്പോ ആരാധനയുടെ നടുവിൽ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, രണ്ട് കൈകളും കാലുകളും ബന്ധസ്ഥനായിരുന്ന പൗലോസിന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീണ്, കേട്ടുകൊണ്ടിരിക്കുന്ന തടവറയിലുള്ള മനുഷ്യന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീണ്, തടവറയുടെ അടിത്തറ കുലുക്കി, തടവറ പൊളിച്ച് തടവറയകത്തുള്ളവരെ മുഴുവനും പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവിന്റെ ശക്തിയുടെ വലിപ്പം പൗലോസ് അറിഞ്ഞിട്ടാണ് പൗലോസ് പറഞ്ഞത്. ഒന്നില്ല അധികം തവണ 40 പ്രാവശ്യം അടിയേറ്റ, കപ്പച്ഛേദനമേറ്റ, നിന്ദനമേറ്റ, പരിഹാസമേറ്റ, തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്ന പൗലോസ് 3 സ്വർഗത്തോളം കടന്നുപോയി സ്വർഗീയ രഹസ്യങ്ങളുടെ ആ കലവറയെ അനുഭവിക്കാൻ ദൈവം ഇടയാക്കി. ഈ ശക്തിയുടെ വലിപ്പം, ദൈവശക്തിയുടെ വലിപ്പം, നമ്മുടെ അകത്തു വസിക്കുന്ന കർത്താവിന്റെ വലിപ്പം നമ്മൾ അറിയണം. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. പ്രിയമുള്ളവർ, മദ്യപാന ബന്ധനമുള്ള മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടവന്നപ്പോൾ ആ മദ്യപാനം കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ അവൻ മദ്യത്തിന്റെ ആ കെട്ടിനെ ദൈവം മാറ്റാൻ ഇടവന്നെങ്കിൽ, രോഗത്തിന്റെ കെട്ടിലുള്ള മനുഷ്യനെ പ്രാർത്ഥിച്ചപ്പോൾ ആ രോഗം സൗഖ്യപ്പെട്ട് അവന് സ്വാതന്ത്ര്യം കിട്ടാൻ ഇടവന്നെങ്കിൽ, ട്യൂമർ പോലെയുള്ള മുഴയുള്ള മനുഷ്യന്റെ കാലിലുള്ള മുഴകളും കയ്യിലുള്ള മുഴകളും പ്രാർത്ഥിക്കുമ്പോൾ അത് അപ്രത്യക്ഷമാകുന്ന വിധത്തിലേക്ക് കർത്താവ് പ്രവർത്തിക്കുന്ന ശക്തിയുടെ വലിപ്പം. യേശുവിന്റെ നാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ കുടുംബത്തിൽ, നിന്റെ കുഞ്ഞുങ്ങളിൽ, മാതാപിതാക്കളിൽ വലിയ ചലനമുണ്ടാക്കുന്ന ഒരു ദൈവമില്ലേ? രോഗത്തിന്റെ ഭാരത്താൽ നീ അസ്വസ്ഥനാകുന്നെങ്കിൽ കർത്താവ് പറയാണ്, വേണ്ട, എന്റെ ശക്തിയുടെ വലിപ്പം നിന്റെ ഭവനത്തിൽ ഞാൻ വെളിപ്പെടുത്തുവാൻ പോകുക. നീ ഒന്ന് അറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ, നീ ഒന്ന് അനുഭവിച്ച് പ്രാർത്ഥിച്ചേ, നീ ഒന്ന് തിരിച്ചറിഞ്ഞേ. യേശു നിന്റെ ഭവനത്തിൽ ജീവിക്കുന്നുണ്ട്, നിന്റെ അകത്ത് ജീവിക്കുന്നുണ്ട്, യേശു നിന്റെ കൂടെ വ്യാപരിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കാൻ തുടങ്ങിയുണ്ടല്ലോ, കർത്താവ് നമ്മെ കൈപിടിച്ച് നടത്തുന്നത് കാണാൻ കഴിയും. കർത്താവിന്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കാൻ കഴിയണ്ടേ? യോഹന്നാൻ എന്ന മനുഷ്യനെ പത്മോസ് എന്ന ദ്വീപിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം കണ്ടതാ. തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് യോഹന്നാനെ എടുത്തിടുമ്പോൾ ആ എണ്ണ തണുത്തു പോകുന്ന അല്ലാതെ യോഹന്നാന്റെ ശരീരത്തിൽ ഒരു പൊള്ളലും വന്നില്ല. അതിന്റെ കാരണം അവൻ വിശ്വസിക്കുന്ന, അവനിൽ വസിക്കുന്ന കർത്താവ് ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാമോ? രോഗത്തിന്റെ പിടിയിൽ നിന്നും, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും, അസമാധാനത്തിന്റെ കെട്ടിൽ നിന്നും നമ്മുടെ ഭവനത്തെ മോചിപ്പിക്കാൻ കഴിയുന്ന ഒരു യേശു ഇന്നുണ്ട്.
കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ ആഴ്ച നമ്മളെ കുറിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഇന്നത്തെ ദിവസത്തെ ഓർത്ത് പ്രാർത്ഥിച്ച്, നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ച്, മാതാപിതാക്കളെയും രോഗികളെയും എല്ലാം ഓർത്തൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിനോട് പറ, കർത്താവേ, നിന്റെ ആ ശക്തിയുടെ വലിപ്പം എല്ലാവരും അറിയാൻ തക്കവണ്ണം എന്നെ നീ ഉപയോഗിക്കണമേ. അവിടുത്തെ ബലവും അഭിഷേകവും എൻ്റെ മേൽ പകരണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.